പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരും. അപ്പം വർദ്ധിക്കുന്നതിന്റെ ചരിത്രമാണ് ഇന്ന് വായനകളെല്ലാം തന്നെ വിളങ്ങി കേൾക്കുക. ഒന്നാമത്തെ വായനയിൽ എലീശ അപ്പം വർദ്ധിക്കുന്നു. രണ്ടാമത്തെ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എഫേസ്യരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവമാണ് ഏക കർത്താവ്, കരുണയുള്ളവൻ, അനുകമ്പയുള്ളവൻ, ആർദ്രതനായ ഒരു ദൈവം. അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എല്ലാം സാധ്യമാകുമെന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവം നൽകിയ ദാനങ്ങൾ അത് വർദ്ധമാനമാക്കുവാനായിട്ട് നൽകപ്പെടുന്നതാണ് ഈ ജീവിതം. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മകൻ കർത്താവിന് 5 അപ്പവും 2 മീനും നൽകുമ്പോൾ അത് ആയിരക്കണക്കിന് ജനതയ്ക്ക് ആശ്വാസമായിട്ട് മാറ്റുവാനായിട്ട് കർത്താവിന് സാധിച്ചു. എലീശയ്ക്ക് ലഭിച്ച 20 ബാർലിയപ്പം 100 പേർക്ക് ഭക്ഷണമായി കൊടുക്കുവാനായിട്ട് എലീശയ്ക്ക് സാധിച്ചു. നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന് നൽകുവാൻ, മനുഷ്യ പ്രയത്നങ്ങളെ എന്നും ബഹുമാനിക്കുന്ന ദൈവത്തിന് നമ്മുടെ കഴിവുകൾ മുന്നോട്ട് വെച്ച് കൊടുക്കുവാനും അങ്ങനെ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങൾക്ക് നന്മയ്ക്ക് വരുന്ന രീതിയിൽ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് നമുക്ക് നൽകണമേ എന്ന സർവശക്തിയോട് പ്രാർത്ഥിക്കാം. നൽകപ്പെട്ടത് മൂടിവെച്ച നിമിഷങ്ങൾ, സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കാത്ത നിമിഷങ്ങൾ, അവയൊക്കെ ഈ രീതിയിൽ മാർപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് വരുന്ന Yeah.
നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അങ്ങേ പ്രത്യാശയർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവം, അങ്ങേ കൂടാതെ സാധനം വിശുദ്ധവും അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കേണ്ടത്
അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ അനശ്വരമായവയെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുക. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എന്ന് ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ആമേൻ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ബാൽഷായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലി അപ്പവും കുറെ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീശ പറഞ്ഞു, അത് ഇവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചമരുകയും ചെയ്യും. ഭൃത്യൻ അത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. കർത്താവിന്റെ വചനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങയുടെ ദൃഷ്ടിയിൽ പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുന്നു. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുന്നു. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലതരം വർദ്ധിക്കുവാനും നമ്മുടെ എല്ലാ പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. കർത്താവിന്റെ വചനം. ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം
രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടില്ല. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെയും യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവരെ പരീക്ഷിക്കുവാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതി. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറുള്ള അപ്പം പോലും തികയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തും? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിലിരിക്കുമെൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെയിരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടിത്തന്നു. അവർ തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കും. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായ ഇവനാണ്. അവർ വന്ന് തന്റെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മരമുകളിലേക്ക് തിരിഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആമുഖത്തിന് പറഞ്ഞതുപോലെ അപ്പം വർദ്ധിപ്പിക്കലിന്റെ കഥകളാണ് നമ്മൾ വായിച്ചു നോക്കുന്നത്. എലീശ പ്രവാചകൻ തനിക്ക് ലഭിച്ച 20 ബാർലിയപ്പം 100 പേർക്കായി പങ്കുവച്ചു. യേശു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബാലന്റെ കയ്യിൽ ലഭിച്ച 5 അപ്പവും 2 മീനും ഏകദേശം 20,000 പേരോളം പങ്കുവച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. 5000 പുരുഷന്മാരുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകളും കുട്ടികളോടൊപ്പം ഏകദേശം 20,000 പേര് യേശുവിൻ്റെ മുൻപിലുണ്ടായിരുന്നു എന്നതാണ് ഒരു കണക്കുകൂട്ടൽ. എന്താണ് വിശുദ്ധ ഭാഗം അർത്ഥമാക്കുന്നത്? എലീശ പ്രവാചകൻ ഏലിയായ്ക്ക് ശേഷം കടന്നു വന്ന കൃഷ്ണമതിയായ പ്രവാചകനാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചവരാണ്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോഴും ധാരാളം അത്ഭുതങ്ങൾ ആ പ്രവാചകൻ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ ചരിത്രം വിശകലനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ട്. സുവിശേഷകന്മാരുടെ ഭാഷയിൽ തന്നെ ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ അടയാളങ്ങളാണ്. അത് മനസ്സിലാക്കുവാനായിട്ട് ജനത്തിന് സാധിക്കണമെന്നാണ് സുവിശേഷകന്മാർ അർത്ഥമാക്കിയത്. അത്ഭുതങ്ങൾ എന്തിന്റെ അടയാളങ്ങളാണ്? അത്ഭുതങ്ങൾ ദൈവം എന്നോടുകൂടെയുണ്ട് എന്നതിന്റെ അടയാളമാണ്. അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് എലീശ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് 20 ബാർലിയപ്പം 100 പേർക്കായിട്ട് വിഭജിച്ച് നൽകുന്നത്. ഇവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ്. പിതാവിൽ ഞാൻ ഒന്നായിരിക്കുന്നു, ഞാൻ ദൈവപുത്രനാണെന്ന് തന്റെ ചുറ്റിലുമുള്ളവർ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുതം നടക്കുന്നത്. സ്വാഭാവികമായി ഉരുത്തിരിയുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു? 20 ബാർലിയപ്പത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, 5 അപ്പവും 2 മീനിന്റെയും ആവശ്യമുണ്ടായിരുന്നു,
തീർച്ചയായിട്ടും ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ദൈവത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അതായത് സുവിശേഷം 4-ാം അധ്യായത്തില് മരുഭൂമിയിലെ പരീക്ഷയില് പിശാചിന് പോലും ബോധ്യമുണ്ടായിരുന്നു ക്രിസ്തുവിന് കല്ലുകളെ അപ്പമാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തു അവിടെ അത് ചെയ്യുന്നില്ല എന്നത് നമുക്ക് കാണുവാനാകുന്ന ഒരു യാഥാർത്ഥ്യം. ദൈവം എപ്പോഴും മനുഷ്യനെ മുഖവിലേക്ക് എടുക്കുന്നു, കണക്കാക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം. അതിവിടെ മുതലല്ല, തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ ചെങ്കടൽ കടക്കുവാനായിട്ട് മോശ എത്തി നിൽക്കുമ്പോൾ മോശയോട് ദൈവം പറയുക, നിന്റെ വടി അതിന് മുന്നിൽ കാണിക്കുക. ഒരു വടിയുടെ ആവശ്യമില്ല, ഈ കാണിക്കലിന്റെ ആവശ്യമില്ല, ഒക്കെ തന്നെ ദൈവത്തിന് സാധിക്കാവുന്ന കാര്യമാണ്. മരീബായില് പാറ പിളർക്കുമ്പോൾ ആ വടി കൊണ്ട് അടിക്കുവാനായിട്ട് മോശയോട് ആവശ്യമില്ല. അതിനെയൊന്നും ആവശ്യമില്ല ദൈവത്തിന്. ചില പുറപ്പെടുന്നു പറഞ്ഞാൽ പുറപ്പെടും, ഈ ചെങ്കടൽ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക. പക്ഷേ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയെ ദൈവം എപ്പോഴും മുഖവിലേക്ക് എടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരുഭൂമിയിൽ ദൈവം മന്ന വർഷിച്ചു, ആ മന്ന ജനങ്ങളെ കഴിച്ചു. എന്നാൽ യാഥാർത്ഥ്യം ആ മന്ന എന്ന് പറയുന്ന ഭക്ഷണം പോലുള്ള സാധാരണ ഇന്ന് മരുഭൂമിയിലുണ്ട് എന്നതാണ്. ടാമറിക് മാനിഫറ എന്ന് പറയുന്ന ഒരു ചെടിയുടെ അതിന്റെ ഇലയിൽ ഷഡ്പദങ്ങൾ വന്നിരിക്കുമ്പോൾ അതിൽ നിന്നും കറയിലാണ്. കറ ആ ചെടിയുടെ ഇലയിൽ നിറഞ്ഞു നിൽക്കുന്നു. ചെറിയ മഞ്ഞ് വീഴുമ്പോൾ ഈ കറ താഴേക്ക് വലിക്കും, വെളുത്ത ഒരു വസ്തു. അത് മനുഷ്യന് ഭക്ഷണയോഗ്യമാണ്. പക്ഷെ ദൈവം കൊടുത്ത അത്ഭുതം അതിന് ഭക്ഷണയോഗ്യമായിട്ട് 2 ലക്ഷത്തോളം വരുന്ന ജനത്തിന് നൽകിയെന്നുള്ളതാണ്. ഭൂമിയിലുണ്ടായിരുന്ന ഒരു വസ്തുവിനെ തന്നെ ജനത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവത്തിന് സാധിച്ചു എന്നതാണ്. അല്ലെങ്കിൽ ദൈവം അപ്രകാരമാണ് അവിടെയും പ്രവർത്തിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം മനുഷ്യനെ കൂടെ കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ മനുഷ്യരായ നമ്മുടെ ചോദ്യം എന്താണ്? അന്ത്രയോസിനെ കൊണ്ട് അത് ചോദിപ്പിക്കുന്നത്. ഇവിടെ 5 അപ്പവും 2 മീനുമുള്ളൂ, ഇതുകൊണ്ട് എന്താകാൻ? നമ്മളെപ്പോഴും പകച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്താകാനാണ്? ഞാനെന്നൊരു വ്യക്തിയെ ഉള്ളൂ, എന്നെ കൊണ്ട് ഈ സമൂഹത്തിൽ എന്താകാനാണ്? നീതിക്ക് വേണ്ടി പോരാടുവാനായിട്ട് ദൈവം എപ്പോഴും നമ്മോട് പറയുമ്പോൾ, അനീതിയുടെ അരങ്ങുകൾ നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ എത്തിക്കല്ലേ? എന്നെ കൊണ്ട് എന്താകാനാണ്? സഹോദരങ്ങൾ ഭക്ഷണമില്ലാതെ പറയുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എനിക്ക് ഭക്ഷണമുണ്ട്, പക്ഷെ അതുകൊണ്ട് എന്താകാൻ? എന്റെ ചുറ്റിലുമുള്ളവർക്ക് ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം പിൻവലിയാണ്. നമുക്കുള്ളത് പോലും കൊടുക്കുവാനായിട്ട് നമ്മൾ പിന്നീട് തയ്യാറാകുന്നില്ല. പക്ഷെ അന്ത്രയോസ് പറയുന്നത് ഒരു പടിയുടെ മുന്നോട്ട് പോയാണ്. ഒരു ബാലനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പറയുക, ഇവരില് കുറച്ച് സാധനങ്ങൾ. ഈ അന്ത്രയോസ് നിസ്സാരക്കാരനല്ല. കുറച്ചുകൂടെ പറഞ്ഞുകൊണ്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. പത്രോസിനെയും വിളിച്ചുകൊള്ളുന്ന അന്ത്രയോസാണ് കർത്താവിന് മുമ്പിൽ പരിചയപ്പെടുത്തുക. ഇതാ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അന്ത്രയോസിനെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശേഷി. പക്ഷെ അന്ത്രയോസിന് തന്നെ അറിയാം ഇതുകൊണ്ട് എന്താകാനാണ്. ഇതൊരു ചോദ്യം അന്ത്രയോസിനുണ്ട്, അത് മാനുഷികമായിട്ടുണ്ട്. പക്ഷേ ഉള്ളത് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അന്ത്രയോസിന് സാധിച്ചു. അന്ത്രയോസ് നൽകുന്ന പാഠം ഇത് തന്നെയാണ്: നമുക്കുള്ളത് ദൈവത്തിലേക്ക് അടുപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും ഒരു ചോദ്യമുണ്ട്: എന്താണ് നമുക്കുള്ളത്? ഉള്ളത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്ത് ആദ്യം കൂടി വരുന്ന സന്ദേശം സമ്പത്താണ്. പക്ഷെ സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല. എഫേസ്യരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുക ദയയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. ബലാമിയയുടെ കൃതിയില് ബലാമിയ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ബലാമിയയുടെ മകൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടിയാണ്. ഒരു ഭിക്ഷക്കാരൻ അവിടെ വന്നു.
ആ ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിക്കുമ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കുവാനാണ്. വരാൻ അകത്തും ഈ സംഭവം കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ ഭിക്ഷക്കാരൻ ഒന്നുമില്ലാത്ത ഈ ചെറുപ്പം കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് തിരിച്ചു പോകുകയും, പക്ഷെ ആ അമ്മ ശ്രദ്ധിച്ചപ്പോൾ ആ മകന്റെ കടയിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് അവിടെ വീഴുകയാണ്. ബലാവളികൾ പറഞ്ഞു വയ്ക്കുന്നത് 1000 പൊൻവെള്ളി നാണയങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് അവന്റെ കണ്ണിൽ നിന്ന് നടന്നു വീണ ഈ കണ്ണ്. അത് നാളെ അവനെ പ്രാപ്തനാക്കും ഈ മനുഷ്യന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ജോലി ചെയ്യുവാനായിട്ട് നാളെ അവനെ പ്രാപ്തനാക്കും. അതാണ് കരുണ എന്ന് പറയുന്നത്. ഇവിടെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെച്ചത് ആ ജനത്തെ കണ്ട് ദൈവത്തിന് അനുകമ്പ തോന്നി. അപ്പോൾ ദൈവത്തിന്റെ അനുകമ്പയാണ് പിന്നീട് അപ്പമായിട്ട് മാറുന്നത്. ദൈവത്തിന് നമ്മോടുള്ള അനുകമ്പയാണ് പിന്നീട് അവസാനം കുരിശിൽ തറയ്ക്കപ്പെട്ട എന്റെ ശരീരം അപ്പമായിട്ട് നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അടുത്ത ആഴ്ച പിന്നീട് വായിക്കാൻ കിടക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അതൊക്കെ തന്നെ പറയുന്നത് എന്റെ ശരീരം അപ്പമായിട്ട് നിനക്ക് നൽകുകയാണ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഇനി അപ്പം വർദ്ധിപ്പിക്കുന്നത് നിന്റെ ചുമതലയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ പകർന്നു നൽകുക എന്നത്. അപ്പമാകേണ്ടത് ഇനി നമ്മളാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. അവസാന ഭാഗത്ത് പറയുന്നത് ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിൽ പോലും ഞാൻ നിരാശപ്പെടുന്നില്ല. കാരണം എനിക്ക് ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന ബോധ്യം പൗലോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണദിനങ്ങളിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല ഓട്ടം ഓടി, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നു. കാരണം ക്രിസ്തുവിൽ ചേർന്നിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ അപ്പം വർദ്ധിപ്പിക്കൽ എന്ന ഈ സംഭവം പരിശുദ്ധ കുർബാനയായിട്ട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിൽ പുനർജീവിക്കപ്പെടേണ്ടതാണ്. അപ്പം മാത്രമല്ല, നമ്മൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും ഓരോ ദിവസവും നടന്നു വരുന്നത് അപ്പം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവാകുന്ന അപ്പം സ്വീകരിക്കുന്നു. ഈ സ്വീകരിച്ചാലുള്ള മെരിക്കെട്ടാണെന്ന് ചോദിച്ചാൽ 12 കുട്ട തന്നെ മിച്ചം വരും, കൊടുക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ക്രിസ്തു ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ 12 കുട്ടയുടെ കഥ എന്താണ്? അത് ക്രിസ്തു പറയുന്നത് 5 എണ്ണം ഞാൻ വർദ്ധിപ്പിച്ച് ധാരാളം പേർക്ക് കൊടുത്തു. ഓരോ അപ്പോസ്തലനും ഓരോ കുട്ട നിറച്ച് കൊടുക്കുകയാണ്. 12 അപ്പോസ്തലന്മാർക്കും 12 കുട്ട നിറച്ച് കൊടുക്കുകയാണ്, വിളമ്പിക്കൊടുക്കുക ഈ ലോകത്തിന്. വളരെ ഭംഗിയായിട്ട് അവരുടെ ചെയ്തു. ക്രിസ്തുവാകുന്ന അപ്പം ഈ ലോകത്തിന് വിളമ്പിക്കൊടുത്തു. 12 ശിഷ്യന്മാരും ലോകത്തിന് ക്രിസ്ത്യാനികൾ എന്ന ഒരു പേര്. പ്രിയപ്പെട്ടവരെ, നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാകുന്ന ഈ അപ്പം സ്വീകരിക്കുക. ഈ അപ്പം സ്വീകരിച്ച് ഈ ജനത്തിന് വിളമ്പിക്കൊടുക്കുക. ക്രിസ്തു ആരായിരുന്നുവോ അതുപോലെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ലക്ഷണമാണ് ഇന്നത്തെ. അപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിൽ കൃപ നമുക്ക് നൽകണമെന്ന് സർവശക്തിയോട് പ്രാർത്ഥിച്ച ഈ വേദി നമ്മുടെ വിശ്വാസം എന്ന് പറയാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ജീവിക്കുന്നവരെ മരിച്ചുകൊണ്ടിരിക്കുവാൻ അവിടുന്ന് മഹത്വം അറിയിക്കുന്നത് അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സ്ഥാപിക്കവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയൊപ്പം പ്രാണനിലേക്ക് ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ വിധങ്ങളായ ആവശ്യം യേശുനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയും സഭാതലവനായ ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും വിശിഷ്യ ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെയും എല്ലാ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും വിശിഷ്യ ഞങ്ങളുടെ ഇടവകയെ സ്നേഹത്തിലും കൂട്ടായ്മയിലും നയിക്കുന്ന ബഹുമാനപ്പെട്ട ഇടവകാരി സാമുവർഗീസ് അച്ഛനെയും സഹവികാരി ബഹുമാനപ്പെട്ട വിജയൻ അച്ഛനെയും ബഹുമാനമുള്ള സിസ്റ്റേഴ്സിനെയും വൈദിക സന്യസ്ത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും അങ്ങേ കൃപകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പൗരോഹിത്യ സന്യസ്ത ജീവിതപാതയിലേക്ക് ധാരാളം യുവജനങ്ങളെ തിരഞ്ഞെടുക്കണമേ എന്ന കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ ഈ സന്നിധിക്ക് വ്യതികരമായി പഠിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Yeah.
സഹോദരനെയും നിങ്ങളെയും സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ കർത്താവേ, അങ്ങേ സമൃദ്ധിയും ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ പുരോഗതിയുടെ രീതികൾ ശുദ്ധീകരിക്കുകയും നിജാനത്തിലേക്ക് ഞങ്ങൾ നയിക്കുകയും ചെയ്യുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണ്. വൈദ്യ മനുഷ്യരോട് എന്ത് തോന്നി അവിടുന്ന് കനികയിൽ ജാതനാകുവാൻ തിരുവുള്ളമാണ്. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണം ഞങ്ങളെ മോചിപ്പിക്കുകയും മരണനിധാനത്തിൽ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സഖീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടും ഒത്തവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി എന്നെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരിക്കും അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊടുക്കുന്നത് അവർ വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുവൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ വെച്ചിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത്
അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിയും. പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിലാസനം മഹനീയമായ ഉയർപ്പും സദാരോഗ്യവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലിക്ക് കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർത്തരായി ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയാകുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ലഭിക്കുവാൻ നേരത്തെ വിശിഷ്യാദിയുമായ ഏറ്റവും പരിസ്ഥിതികാമറയത്തോടും ആ കനികളുടെ ഭർത്താവായ ഭാഗ്യങ്ങളുടെ ഔസേത്തോടും അനുഗ്രഹീതരാക്കോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥരായ കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തങ്ങൾ സന്നിധിയുള്ളവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അഭിനന്ദനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ പിതാകൃഷ്ണനായ പദവിയുള്ളവരോടും വൈദികഗണങ്ങളോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുവനന്തപുരം തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകളുടെ യാതൊരു കേട്ടറിയണം. കന്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം വന്ദിപ്പിക്കും. ഞങ്ങളുടെ അടഞ്ഞ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വതാവലിതമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു.
ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടി ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവായ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ വന്ദനയും മഹത്വം എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂമിതരാൽ ദിവ്യോപദേശത്താൽ നിർവഹിക്കരുത് നമുക്ക് കേൾക്കാം. എല്ലാ തിന്മകളിൽ ഞങ്ങൾ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങളെ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെയും അങ്ങയെ സഭയുടെ വിശ്വാസം ദൃഢമാക്കി അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകേൾക്കണേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ പാപം നീക്കുന്നു. ദൈവജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ പ്രവേശിക്കാൻ അങ്ങനെ വാക്കുവെച്ചാൽ മാത്രം മതി എന്റെ ആത്മാവസ്ഥ പ്രാപിക്കും.
യേശുവിൻ പീഡകളെ
ശ്രീ വിദ്യദാസിന്റെയും ശ്രീമതി സൈനിയുടെയും മകൻ വിനോദ് വിജയദാസൻ ശ്രീ മധുവിന്റെയും ശ്രീമതി ക്രിസ്റ്റിയുടെയും മകൻ മനസ്സൂട്ടം കത്തോലിക്ക സഭാപ്രകാരം സമയത്തും വിവാഹം ചെയ്തുകൊള്ളാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വിവാഹത്തിനും പ്രകാരം തടസ്സമുണ്ട്. തത്സമയത്ത് ബഹുമാനപ്പെട്ട കാര്യത്തിന് അറിയിക്കുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളാണ് അതെല്ലാം അതിജീവിക്കാനാകും. ദൈവത്തെ ചേർത്ത് വയ്ക്കുക എന്നതാണ് നിങ്ങളുടെ സന്ദേശം തന്നെയായത്. ദൈവത്തെ ചേർത്ത് വയ്ക്കണമെങ്കിൽ നമ്മുടെ പരിമിതികളിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്നത് പരിമിതികളിലാണ് സാധിക്കുന്നത്. പരിമിതികളില്ലാതെ ജീവിക്കണമെങ്കിൽ ദൈവം നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യം ദൈവത്തെ ചേർത്ത് വെക്കുവാനായ ജീവിതത്തിൽ ചേർത്ത് വെക്കുവാനായ നമുക്ക് പരിശ്രമിക്കാം. ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പങ്കെടുക്കാം. അതുപോലെ ഞായറാഴ്ചകളിൽ രാവിലെ 5 മണിക്ക് 7 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് ജീവിതത്തിലുള്ള അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുക. നടത്തേണ്ടതെന്ന് കൃഷിയായി എല്ലാവരും സുരക്ഷിതരായിരിക്കുക. സമയത്ത് എടുക്കേണ്ടവരെ എടുക്കുക. അതെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അത്യാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിരിക്കുന്നത് പ്രവർത്തിക്കുക. പ്രത്യേകിച്ചും വീട്ടിൽ കൂടുന്ന ഒരു സാഹചര്യമാണ്. ഓണമൊക്കെ അടുത്ത് വരികയാണ്. അല്പം ഓണം ആഘോഷിക്കണമെങ്കിൽ ഇപ്പോഴേ നടത്തിയാൽ കാര്യങ്ങൾ ഓർക്കുക. ടെലിവിഷൻ മുന്നിലുള്ള വാർത്ത കഴിഞ്ഞ 10ാം ക്ലാസ് +2 ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പരീക്ഷ വരുന്ന ശനിയാഴ്ച നടത്തുക. ശനിയാഴ്ച രാവിലെ 7 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പരീക്ഷാ സമയം. കുട്ടികൾക്ക് രാവിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ വാട്സപ്പിൽ ലഭിക്കും. ഇത്രയും വലിയ അവസരം ലഭിക്കില്ല. കാരണം കുട്ടികൾ വീട്ടിലാണ്. അവർ പാഠപുസ്തകങ്ങൾ കൈകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പരീക്ഷാ സമയമുണ്ട്. നന്നായിട്ട് എഴുതാം. ഇന്നലെ എഴുതാനനുസരിച്ച് സത്യസന്ധമായിരിക്കും. നിങ്ങളെന്നെ ശ്രദ്ധിക്കും. കുട്ടികളുടെ പരീക്ഷയിൽ തീർന്നുകൊണ്ട് 2 മണി മുതൽ ഇവിടെ പരീക്ഷ പേപ്പർ കളക്ട് ചെയ്യാനായിട്ട് അധ്യാപകർ ഉണ്ടാവും. 2 മണി മുതൽ അവരുടെ കാത്തിരിക്കണമെന്ന് നേരത്തെ തീർക്കാനുള്ളവർക്ക് നേരത്തെ കൊണ്ടുവരാൻ പരീക്ഷ പേപ്പർ കുട്ടികൾ തന്നെ കൊണ്ടുവരണം. പരീക്ഷയിലെ കുട്ടികൾ തന്നെ പരീക്ഷ പേപ്പർ കൊണ്ടുവരണം. ഈ ഫോമിൽ കൊടുക്കാനാണ് കുട്ടികൾ പരീക്ഷ എഴുതി അതിൽ പങ്കെടുക്കണമെന്ന് അതേപോലെ പ്രവർത്തിക്കുകയാണ്. എല്ലാ കുട്ടികളും പരീക്ഷ എഴുതണം. അതുപോലെ ടെലിവിഷൻ ക്ലാസ്സുകൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ നടത്തുന്നത് ഓൺലൈനായിട്ട്. പങ്കെടുക്കാത്ത കുട്ടികളുടെ ലിസ്റ്റ് നാളെ നിലവിലുണ്ട്. അതുപോലെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാ അധ്യാപകരെ ശ്രദ്ധിക്കുക. ഇത് വൈകിട്ട് പേരന്റോടുകൂടെ എല്ലാ അധ്യാപകരും അവരുടെ ക്ലാസ്സുകൾ പങ്കെടുക്കാത്ത കുട്ടികളുടെ പേരുകൾ ലക്ഷ്യം അറിയിക്കുക. നാളെ രാവിലെ ലക്ഷ്യങ്ങളെ അറിയിക്കും. ബുധനാഴ്ച അതിനെ വെല്ലുവിളിച്ച സാധ്യതകൾ ചെയ്യുന്നതായിരിക്കും. കാര്യങ്ങൾ ഓർക്കുക. നന്നായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വിലാസനത്തിന്റെ സ്മാരകമായ ദിവ്യദാസങ്ങളെ സ്വീകരിച്ചു
അവനീയമായ സ്നേഹത്താൽ തന്നെ ഞങ്ങൾക്ക് നൽകിയ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് വഹിക്കുവാനാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ സമാധിച്ചു പോകുവൻ. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവൻ. Amen.